ഞാൻ ഫാദർ ജോർജ് മുണ്ടയ്ക്കൽ, ഈ നൂറാന്തോട് സെൻറ്റ് ജോസഫ് പള്ളിയുടെ വികാരിയാണ്. ഇത് വയനാടൻ ചുരത്തിനോട് ചേർന്നുള്ള നൂറാന്തോട് സെൻറ്റ് ജോസഫ് പള്ളിയിലാണ് ഉള്ളത്. കുടിയേറ്റക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. ചങ്ങനാശ്ശേരി, പാലാ ഭാഗത്തു നിന്ന് വന്ന് കുടിയേറിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ കുടിയേറിയ സമയത്ത് അവർക്ക് ആശ്രയമായിട്ടുണ്ടായിരുന്ന എപ്പോഴും പരിശുദ്ധ കുർബാനയും പരിശുദ്ധ കന്യാമറിയുമായിരുന്നു. ഈ ഇടവകയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും പ്രാർത്ഥിക്കുവാനും പള്ളി വരുവാനും കൂദാശകൾ പങ്കെടുക്കുവാനും ഇഷ്ടമുള്ള ഒരു ജനമാണ്. അപ്പോൾ മറ്റുള്ള പലതിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പം എപ്പോഴും ദേവാലയത്തിൽ ആൾക്കാരുണ്ട്, നിറഞ്ഞു നിൽക്കും, പ്രാർത്ഥിക്കാൻ വരും. അങ്ങനെ കിട്ടിയ സമയത്ത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ പോപ്പുലർ മിഷൻ ധ്യാനം, മിൻസെൻഷൻ വൈദികർ നൽകുന്ന ഈ ധ്യാനം സത്യത്തിൽ അതൊരു സമ്മാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കൂടുതൽ പ്രാർത്ഥിക്കാനും ചെറിയൊരു പ്രശ്നം കുടുംബത്തിലുണ്ടെങ്കിൽ പോലും അതും രമ്യതയോട് കൂടിയിട്ട് വീണ്ടും തീഷ്ണതയോട് കൂടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ് ഞങ്ങൾക്ക് ഇത് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മാരിപ്പാട്ടച്ഛൻ്റെയും ഷിർലച്ഛൻ്റെയും അമലച്ഛൻ്റെയും അരുണച്ഛൻ്റെയും ഒക്കെ നേതൃത്വം ഈ ദിവസങ്ങളിൽ വളരെ ഫലപ്രദമായിരുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. ഈ മണിക്കൂറിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം. തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രയ്ക്ക് ആവശ്യമായ ആത്മീയ പ്രകാശം പരിശുദ്ധാത്മാവെ നീ പകർന്നു നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. മക്കളെ, അച്ഛനൊരു ചോദ്യം ചോദിക്കാം. ഈശോ ഈ ലോകത്തിൽ നിന്നും പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപ് ഏറ്റവും അവസാനമായി പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അറിയാമോ? അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനം. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിലിരുന്നപ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ അവസാനമായിട്ട് പറഞ്ഞ കാര്യം ഇതാണ്. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ പിതാവിൻ്റെ വാഗ്ദാനം എന്താണ്? പിതാവിൻ്റെ വാഗ്ദാനം എന്താണ്? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ സഹായിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നമ്മൾ എപ്പോഴാണ് സ്വീകരിച്ചത്? മാമോദീസായിലൂടെ നമുക്ക് കിട്ടി, സ്ഥൈര്യലേപനത്തിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടു. ഓരോ കൂദാശകളുടെ സ്വീകരണത്തിലൂടെയും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും അഭിഷേകങ്ങളും നമ്മൾ സ്വീകരിച്ചു. അച്ഛൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, സ്ലീഹന്മാർക്കും ഇതുപോലെ പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയിരുന്നോ? എന്നിട്ടും അവരിതാ ഭയത്തോടെ, ആകുലതയോടെ, അസ്വസ്ഥതയോടെ ആയിരുന്നു. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലും പലപ്പോഴും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ നമ്മൾ സമ്മതിക്കാറില്ല. കാരണം നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്, പല കാര്യങ്ങളും ചെയ്യുന്നത്. ചിലപ്പോൾ നല്ല തീരുമാനമെടുക്കും, പക്ഷെ അത് പാലിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ ചെയ്യാനാണോ തിന്മ ചെയ്യാനാണോ എളുപ്പം? ആ തിന്മ ചെയ്യാനാണ് എളുപ്പം. രാവിലെ ധ്യാനം കഴിഞ്ഞ് തീരുമാനമെടുത്ത് ഇനി മുതൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരും. 6:30 മണിക്ക് കുർബാന. രാവിലെ 5:45 മണിക്ക് ടൈം പീസ് വെച്ചു. 5:45 ടൈം പീസ് അടിച്ചു. അപ്പോൾ നമ്മൾ എഴുന്നേറ്റു. നല്ല തണുപ്പ്, പുതപ്പൊന്നും കൂടെ മൂടി ഒന്നുകൂടെ കിടന്നുറങ്ങിയാൽ കൊള്ളാം. ചെയ്യാറില്ലേ? ഉണ്ടോ ഇല്ലയോ?
ഉണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷെ അതിനെ സഹായിക്കുന്ന, ആ തീരുമാനങ്ങൾ പാലിക്കാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ. വെറുതെ ധ്യാനം കൂടിയാൽ പോരാ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ. നോക്കിയേ, ഇതേ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഈ ആലയം ജെറുസലേം അനുഗ്രഹത്തിൻ്റെ ഇടം. ഈ ആലയം വിട്ടു പോകരുത്. വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഞാൻ വർഷങ്ങൾക്ക് മുൻപ് അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് പോയി. സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനത്തിന് പോയി. ബഹുമാനപ്പെട്ട സേവരച്ചൻ്റെ നേതൃത്വത്തിലുള്ള മനോഹരമായ ധ്യാനം. അനവധി ആളുകൾ പങ്കെടുത്തു. വളരെ അഭിഷേകത്തോടു കൂടിയുള്ള ശുശ്രൂഷകൾ. അങ്ങനെ ധ്യാനം കഴിഞ്ഞു. ധ്യാനം കഴിഞ്ഞ് അവിടെ നിന്നും തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുമ്പോൾ KSRTC ബസ്സിനാണ് അവിടുന്ന് പോരുന്നത്. താവളത്ത് നിന്ന് ബസ്സിനാണ് പോരുന്നത്. അപ്പോൾ ബസ്സിൽ ധ്യാനം കൂടിയ ഒത്തിരി പേര് ബസ്സിലുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് സീറ്റ് കിട്ടി, കുറച്ച് പേർക്ക് സീറ്റ് കിട്ടിയില്ല. കുറച്ച് പേര് നിൽക്കുന്നു, കുറച്ച് പേര് ഇരിക്കുന്നു. ധ്യാനത്തെക്കുറിച്ചുള്ള ചിന്തകളും ധ്യാനത്തിൽ കേട്ട കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞുകൊണ്ട് പോകുന്നു. അതിൻ്റെ ഇടയിൽ ഒരമ്മച്ചി ഫോൺ വിളിക്കുകയാണ്. ഈ അമ്മച്ചി ഫോൺ വിളിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ താവളത്തെന്ന് പറഞ്ഞ വീട്ടിൽ കേൾക്കുന്ന വിധത്തിലാണ് സംസാരിക്കുന്നത്. ഫോണിൽ കൂടെ പറയണ്ട, നേരിട്ടങ്ങ് പറഞ്ഞാൽ കേൾക്കുന്ന വിധത്തിലാണ് പല കാര്യങ്ങളും പറയുന്നു. വീട്ടിലുള്ള മകളെയോ മരുമകളെയോ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ പറയുന്നു, എടി ധ്യാനം കൂടുവാണെങ്കിൽ അട്ടപ്പാടിയിൽ വന്ന് ധ്യാനം കൂടണം. എന്നാ ഒരു ധ്യാനമായിരുന്നു എന്നറിയാവോ? ചുട്ട കോഴിയെ പറപ്പിക്കുന്ന അച്ഛനാ, ഇവിടെ വന്ന് ധ്യാനം കൂടണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മച്ചി ഈ മരുമകളോടാണോ മകളോടാണോ, ആരാണ് എതിർവശത്തുള്ളത് ആരാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല, എങ്കിലും ചോദിക്കുന്നുണ്ട്, അതെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മേരി ചേച്ചി നമുക്ക് തരാനുള്ള പൈസ, ഞാൻ കടം കൊടുത്ത പൈസ തിരിച്ചു തന്നോ? അപ്പോൾ മറുതലയ്ക്കിൽ നിന്നും ഇല്ല എന്ന മറുപടിയാണ് എന്ന് തോന്നുന്നു. കാരണം അടുത്ത ഉത്തരം അതുമായി ബന്ധപ്പെട്ടതാ. അപ്പോൾ അവിടുന്ന് ഈ മറുപടി കേട്ടപ്പോൾ ഈ ചേച്ചി ഫോണിൽ കൂടെ വിളിച്ച് പറയാ, അതെ നീ അവളോട് പറഞ്ഞേക്ക് ഞാൻ തിരിച്ചു വരുന്നതിന് മുൻപ് പൈസ തന്നേക്കണം, ഇല്ലെങ്കിൽ ധ്യാനം കൂടി എന്നത് ഞാൻ അങ്ങ് മറക്കും. എൻ്റെ സ്വഭാവം ധ്യാനത്തിൽ ഞാൻ പല തീരുമാനമൊക്കെ എടുത്തു, പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ ധ്യാനം കൂടി എന്ന് ഞാൻ അങ്ങ് മറക്കും. പ്രിയമുള്ളവരെ, ധ്യാനത്തിൽ ലഭിച്ച ചൈതന്യം ഇതിനെ നിലനിർത്തുവാൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ്. നമ്മുടെ മനസ്സിൽ പല ആകുലതകളുണ്ട്. ഇനി എങ്ങനെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടും? സ്ലീഹന്മാർക്കും ആകുലതയുണ്ടായിരുന്നു. ഇനി എങ്ങനെ ക്രമീകരിക്കപ്പെടും? 10 ദിനങ്ങൾ അവരെ പരിശുദ്ധ അമ്മ ഇങ്ങനെ ചേർത്ത് വെച്ചു. 10 ദിനങ്ങൾ പരിശുദ്ധ അമ്മ ചേർത്ത് വെച്ച് അവരിങ്ങനെ പ്രാർത്ഥിപ്പിച്ചൊരുക്കി പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിക്കുവാൻ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വലതുകരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വഭാവത്തിൽ മാറ്റം വരും, ചിന്താരീതികളിൽ, കാഴ്ചപ്പാടുകളിൽ മാറ്റം വരും. അപ്പോൾ നമ്മൾ ഇനി പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ വലത് കൈക്ക് വേദനയാ, കൈവേദന മാറാനായിട്ട് പ്രാർത്ഥിക്കും. കുറേ നാളുകൾ അങ്ങനെ പ്രാർത്ഥിക്കും. അത് കഴിയുമ്പോൾ കൈയുടെ വേദന മാറി കാലിന് വേദനയായി. അടുത്ത പ്രാർത്ഥന എൻ്റെ കാലുവേദന മാറാനാണ്. പ്രിയമുള്ളവരെ, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ, ജീവിതത്തെ രോഗങ്ങളിൽ, സഹനങ്ങളിൽ, സങ്കടങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രത്യാശയോടെ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മൾ ഭവനത്തിൽ നിന്ന് വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരു യാത്ര പോവുകയാണ്. എന്ത് പോവുകയാണ്? യാത്ര പോവുകയാണ്. നമ്മൾ പലവിധ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ നമ്മുടെ റോട്ടിൽ ഒരു കുഴി ഉണ്ടായിരുന്നു. ഈ സംസാരത്തിനിടയിൽ കുഴിയുള്ള കാര്യം കണ്ടില്ല, വണ്ടി കുഴിയിലൊന്ന് വീണു. എന്ത് തോന്നും? നമുക്ക് ഒരു സുഖം തോന്നും, ഒരാനന്ദം തോന്നും. ടോപ്പിക്ക് പെട്ടെന്ന് മാറും. നമ്മൾ ആ റോഡ് പണിത ആളെ ഓർക്കും, അത് കോൺട്രാക്റ്റ് എടുത്ത കോൺട്രാക്റ്റിനെ ഓർക്കും, അവരുടെ കുടുംബാംഗങ്ങളെ ഓർക്കും,
പൂർവികരെ ഓർക്കും. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നമ്മൾ യാത്ര തുടരും, ലക്ഷ്യസ്ഥാനത്തെത്തി തിരിച്ചു പോരുക. നമ്മളിങ്ങോട്ട് തിരിച്ചു പോരുന്നതിനിടയിൽ ഇതാ നമ്മൾ വർത്തമാനമൊക്കെ പറയുന്നുണ്ടെങ്കിലും രാവിലെ ചാടിയ കുഴിയുടെ അടുത്തെത്താറാകുമ്പോൾ, ആ ഗട്ടറിൻ്റെ അടുത്തെത്താറാകുമ്പോൾ വാഹനത്തിലിരിക്കുന്ന നമ്മൾ പറയും, ദേ രാവിലെ നമ്മൾ കുഴിയിൽ വീണ സ്ഥലം എത്താറായി, ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. പറയാറില്ലേ? ഇനി നമ്മളൽപ്പം ക്ഷീണിച്ചുറങ്ങുകയാണെങ്കിലും നല്ല ഒരു ഡ്രൈവർ, വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ, അദ്ദേഹം രാവിലെ പോയ ആ ചാടിയ കുഴിയൊക്കെ ഓർമ്മയുണ്ടാകും. അദ്ദേഹം വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കും. എതിരെ വാഹനങ്ങളില്ലെങ്കിൽ ആ കുഴി വെട്ടിച്ചു പോകും. ഇനി എതിരെ വാഹനങ്ങളുണ്ടെങ്കിൽ 5th ഗിയറിൽ പോയ വണ്ടി 4th, 3rd, 2nd, ചിലപ്പോൾ 1st ഗിയറിൽ വരെ ഇട്ട് സാവധാനത്തിൽ കുഴി ഇറങ്ങി മുൻപോട്ട് പോകും. വാഹനത്തിനോ വാഹനത്തിലിരിക്കുന്നവർക്കോ യാതൊരു തടസ്സവും കൂടാത്ത വിധത്തിൽ യാത്ര മുൻപോട്ട് കൊണ്ടുപോകും. വലതുകരമേർത്തി ഇസ്രമേർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ശരിയല്ലേ അച്ഛൻ പറഞ്ഞത്? ശരിയാണെങ്കിൽ നല്ലൊരു കൈയടിച്ചേ, ശക്തിയോടെ കൈയടിച്ചേ. ഇതേ ഈ കുഴി അല്ലെങ്കിൽ ഈ ഗട്ടർ മാറിയിട്ടില്ല, സാഹചര്യങ്ങൾ മാറിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ധ്യാനം കൂടിയതിൻ്റെ പേരിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മാറ്റമില്ല, ജോലി ചെയ്യുന്ന ഇടങ്ങളിലെ വ്യക്തികൾക്ക് മാറ്റമില്ല, അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക്, സാഹചര്യങ്ങൾക്ക് മാറ്റമില്ല. ആ സാഹചര്യങ്ങളോട് നമ്മളെടുക്കുന്ന സമീപനങ്ങളിൽ, നമ്മളെടുക്കുന്ന കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ ജീവിതം അല്പം കൂടെ കൃപ നിറഞ്ഞതാകും, അല്പം കൂടെ സ്നേഹമുള്ളതാകും. വലതുകരമേർത്തി ഇസ്രമേർത്തി ഹല്ലേലൂയ. കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാം, അതിമോദം ഞങ്ങൾ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ
സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമയിൽ ഒന്നിച്ചു ചേർത്ത പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ഈശോയുടെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഈശോയുടെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. കരങ്ങൾ കൂപ്പി തിരുവൽത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഒന്ന് നോക്കുന്നു. 34 സങ്കീർത്തനത്തിൻ്റെ 5-ാം തിരുവചനം, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. കർത്താവിനെ നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തെ പുത്തൻ പ്രകാശത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിലേക്ക് കൈപിടിച്ച് നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇതാ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം. പുറപ്പാട് പുസ്തകത്തിൻ്റെ വചനം ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുക: നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുമ്പോൾ നിന്റെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും, നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും, നിന്റെ രോഗം അവിടെ നിന്ന് എടുത്തു മാറ്റും, നിന്റെ ദേശത്ത് നിന്ന്, നിന്റെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളും എടുത്തു മാറ്റും. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക്, ആരാധന, 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 ആരാധന അങ്ങേക്ക്, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന. Praise to Jesus Christ. I am Father Libin Chiraparambil. This is my home parish. I came here for my holidays. I am belong to MSBS congregation, Missionaries of St. Francis de Sales. I serve in Africa, Namibia, and we are doing pastoral ministry. And during my holidays, I happened to meet my friend Father Cheryl, Vincentian congregation. So they conducted a popular mission retreat. So it's so enriching. I had a good opportunity to be part of it, and I enriched with the Word of God. And I also felt this popular mission also linked with the parish mission, which I am also part of it, or I also participated, and I felt really wonderful, and I think I am hopeful this will enrich the community, the members, every families to receive the Word of God, to renew their spiritual life, and to grow further. And I bless everyone and thank God. ഞാൻ ഈ ഇടവക്കാരനാണ്. എൻ്റെ പേര് നെൽസൺ. ഈ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറാണ്. പക്ഷേ പൊതുവെ നല്ലൊരു ധ്യാനമായിരുന്നു. 5 ദിവസത്തെ ധ്യാനം എല്ലാവർക്കും കൂടാൻ പറ്റി. ഈ ഇടവകയിൽ ഇപ്പോൾ നടത്തിയ ധ്യാനം എല്ലാവർക്കും ഒരു ആത്മീയ ഉണർവുണ്ടാക്കി.
ഇവിടെ ധ്യാനം നടത്തിയ വൈദികർക്കും എല്ലാവർക്കും ഇടവകയുടെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഷാജു. ഞാൻ ഈ ഇടവക അംഗമാണ്. ഈ ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാവരും വളരെ നല്ല സന്തോഷകരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ധ്യാനത്തിൽ കൂടാതെ ഇരിക്കുന്നവർക്ക് ഇതൊരു തീരാ നഷ്ടവുമാണ്. എല്ലാവർക്കും ഈ ധ്യാനം കൂടിയ എല്ലാവർക്കും ആത്മീയവും ശാരീരികവുമായ നല്ലൊരു ഉണർവ് നൽകിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇത്ര നാൾ ഞാൻ മറന്ന സത്യമാണ് ദൈവം, ഇത്ര നാൾ ഞാൻ മറന്ന സ്നേഹമാണ് ദൈവം, ഇത്ര നാൾ ഞാൻ മറന്ന വചനമാണ് ദൈവം, എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ എന്നുള്ള ഈ ഒരു 4 വരി ഗാനം എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുകയാണ്. യേശുവിനെ അറിയുവാനും യേശുവിനെ സ്വീകരിക്കുവാനും യേശുവിനോടൊത്ത് ജീവിക്കുവാനുമുള്ള ഒരു ആത്മീയ ഉണർവ് എനിക്ക് ഈ മിഷൻ ധ്യാനത്തിൽ നിന്നും കിട്ടുകയുണ്ടായി. ഇത് ഇവിടെ നടത്തിയ എല്ലാ അച്ഛന്മാർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് നിയ. ഞാൻ സെൻറ്റ് ജോസഫ് ചർച്ച് നൂറാന്തോട് ഇടവകയിലെ ഒരു അംഗമാണ്. ഈ ഒരു ആഴ്ചക്കാലമായി ഞങ്ങളുടെ ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നതിൻ്റെ സമാപന ദിവസമാണ്. എന്നെ സംബന്ധിച്ച് ഈ ഒരു ധ്യാനം വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. രാവിലെ പരിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച് അത് തുടർന്ന് ക്ലാസ്സുകളും ആരാധനകളും എല്ലാം ഉണ്ടായിരുന്നു. ഓരോ ക്ലാസ്സും വളരെ വ്യക്തമായിരുന്നു. കൂടുതൽ ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ തന്നെ അച്ഛന്മാർ നല്ല ക്ലാസ്സുകൾ എടുത്തു തന്നു. ഈ ഒരു ധ്യാനത്തിലൂടെ ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവം തോന്നിയത് കുടുംബ നവീകരണ പ്രാർത്ഥനയായിരുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കാനും ഒത്തൊരുമയോടെ ജീവിക്കാനും വേണ്ടിയിട്ട് നല്ലൊരു പ്രാർത്ഥനയായിരുന്നു കുടുംബ നവീകരണ പ്രാർത്ഥന. ഈ ധ്യാനം നടത്താൻ മുൻകൈ എടുത്ത വികാരിയച്ഛനെയും നടത്തിയ വൈദികരെയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊള്ളുന്നു.